ഒരു സഹനടനായിട്ട് സിനിമയിലേക്ക് വന്നിട്ട് എല്ലാവരും ഞെട്ടിപ്പിച്ച നടനാണ് നസ്ലൻ. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്നുള്ള സിനിമയിൽ മാത്യു നായകനാവുമ്പം നസ്ലൻ ഒരു സൈഡ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ എല്ലാവരും നോട്ട് ചെയ്ത നസ്ലൻ്റെ അതിലെ ക്യാരക്ടർ. ഹായ് ഗൈസ്, നസ്ലൻ പ്രധാന കഥാപാത്രമായിട്ട് എത്തിയ അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത മോളിവുഡ് ടൈംസ്. അപ്പം പടത്തിന്റെ പ്രധാന പോസിറ്റീവ് വെച്ച് പറഞ്ഞു തുടങ്ങാം. നമ്മൾ പടം കാണാൻ താല്പര്യപ്പെടുന്നതിൽ 2 പ്രധാന ഫാക്ടർ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നസ്ലൻ തന്നെയാണ്. അത്ര അടിപൊളിയായി പുള്ളിക്കാരൻ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആള് ഇതിന്റെ ഡയറക്ടറാണ്. ഉണ്ണി മുകുന്ദൻ അസോസിയേറ്റ്സ് എന്ന കിടിലൻ പടം ചെയ്ത ആളാണ്. അപ്പം അത് വേറൊരു മലയാളത്തിൽ വേറൊരു എഴുത്തിന്റെ രീതിയും കഥ പറച്ചിലിന്റെ രീതിയും കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാന പോസിറ്റീവ് വെച്ചിട്ട് പറഞ്ഞു തുടങ്ങാം. ഇവരൊരു പോസിറ്റീവ്സ് ആയിരുന്നു കയറാൻ പോവാൻ. സിനിമയിലോട്ട് വരുമ്പം അതല്ല പോസിറ്റീവ്. സിനിമയിൽ വരുമ്പം ഒരുപാട് റിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ സംവിധായകൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സിനിമാ മേഖലയിൽ ഒരു എഴുത്തുകാരൻ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, പല ആൾക്കാരെ ചീറ്റ് ചെയ്തും, അതായത് മറ്റുള്ളവരുടെ കഥകൾ മോഷ്ടിച്ചും സ്ക്രിപ്റ്റ് മോഷ്ടിച്ചും നിർമ്മാതാക്കൾ പണി കൊടുത്തും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട വിനീത് മാധവൻ എന്നില്ല നസ്ലന്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് പടം. അപ്പോൾ ഒരുപാട് ട്രൂത്ത് ഉണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ബേസ് ചെയ്തിട്ട്. ഒരുപാട് സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒട്ടും മറയില്ല, നേരെ പറയുന്ന സീനുകളുണ്ട്. നസ്ലൻ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി ബെസ്റ്റ് ഡിബറ്റ് ഡയറക്ടറിന്റെ അവാർഡ് മേടിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്ന സീനുണ്ട്. അപ്പൊ അതിലും പുള്ളി ഒന്നും കൂടെ വ്യക്തമായിട്ട് വളരെ ഓപ്പണായി പറയുന്നുണ്ട്. എന്നുവെച്ചാൽ വളരെ ടാലന്റഡ് ആയ ഒരു തിരക്കഥാകൃത്തും ഡയറക്ടറും. പക്ഷെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ അറിയില്ല, സംസാരിച്ച ആളെ കുപ്പിയിലാകുക, സോപ്പിടുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്ത വളരെ ഇന്നസെന്റ് ആയ വളരെ ജെന്യൂൻ ആയ ഒരു മനുഷ്യൻ. അതാണ് വിനീത് മാധവൻ. ആ ക്യാരക്ടർ കൊള്ളാം. നമ്മളിങ്ങനത്തെ ക്യാരക്ടറിന്റെ പരിചയമുണ്ടേ. നമ്മൾ ഉദയനാട് താരത്തിൽ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ സിമിലർ ആണ്. പക്ഷെ ഉദയനാട് താരം വേറൊരു രീതിയിൽ എടുത്ത പടമാണ്. ഇപ്പൊ സിനിമയുടെ ഉള്ളുകളികൾ തന്നെയാണ് അതും പറയുന്നത്, ഇതും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ സിനിമയിലോട്ടത് കുറച്ചും കൂടെ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എഴുത്തിൽ മാത്രമല്ല, നിർമ്മാതാക്കളിൽ എല്ലാത്തിലും കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഉണ്ട്. ടോട്ടലി ഇൻസൈഡ് ദ ഫിലിമാണ് പടം. ഫിലിം ഇൻസൈഡ് ദ ഫിലിമാണ്. ഇതാണ് ഇതിന്റെ പോസിറ്റീവ് സൈഡ്. ഈ നെഗറ്റീവ്സ് ആയിട്ട് വരുമ്പോൾ എനിക്കതിൽ കൂടുതൽ തോന്നിയ സംഭവങ്ങൾ നെഗറ്റീവ്സ് ആണ്. ഇതൊരു പടം എന്നുള്ള രീതിയിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതൊരു എന്താ പറയാ കഥാപ്രസംഗം പോലെയോ സത്യങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കുന്നു എന്നല്ലാതെ അത് സിനിമ എന്നുള്ളൊരു രൂപത്തിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പല സമയങ്ങളിലും ഭയങ്കരമായ വിരസത അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില അനുഭവങ്ങൾ വിനീത് മാധവൻ സംഭവിക്കുന്നു, പക്ഷെ അനുഭവം കറക്റ്റായിട്ട് പഠിച്ചിട്ടല്ല അടുത്ത കാര്യത്തിലോട്ട് പോകുന്നു. ഫസ്റ്റ് പടം വിനീത് മാധവന് കിട്ടാൻ ഒരുപാട് പണിയെടുത്തിട്ടാണ് കിട്ടിയത്. കഷ്ടപ്പാടിന്റെ ഭംഗിയായിട്ടെടുത്തിട്ടാണ് കിട്ടിയത്. എന്നാൽ ആ ഒരു പടം പെർഫെക്ഷനിൽ എത്താത്തത് കൊണ്ട് അതിന്റെ കോപ്പി പോലെ സിമിലറായ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതായത് കണ്ടന്റ് സിമിലർ ആയപ്പോൾ ഒരാൾ പടം ഇറക്കുമ്പോൾ അതേ സിമിലറായ ഒരു പടം ആ ഒരു കാലഘട്ടത്തിൽ ഇറക്കപ്പെടും. അല്ലെങ്കിൽ അതേ ഒരു ഐഡിയ വേറെ ആൾക്ക് തോന്നാം. അങ്ങനെ റൈറ്റിങ്ങിലെ സിമിലാരിറ്റീസും പ്രശ്നങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോൾ എന്ത് ചെയ്തു വിനീത് മാധവൻ ആ ഒരു സിനിമ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പുള്ളി ഭയങ്കര ജെന്യൂനായ ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് അങ്ങനെ മറ്റ് എന്താ പറയുക എൻ്റെ ഉള്ളിൽ കളിക്കുന്ന പരിപാടികളൊന്നും പുള്ളിക്ക് ചെയ്യാൻ താല്പര്യമില്ല, ചെയ്യുന്നുമില്ല. എങ്കിൽ പോലും കുറേ സമയം റിപ്പീറ്റ് ചെയ്യുന്നു പുള്ളി ഒരേ മിസ്റ്റേക്ക്. അപ്പം പുള്ളിയുടെ റിബൽ ക്യാരക്ടറും എല്ലാം കൊണ്ട് ആ പുള്ളി അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും സിനിമ ഫീൽഡ് സ്ട്രെയിറ്റ് അല്ലാതെ പുള്ളിക്ക് ആദ്യമേ തിരിഞ്ഞു. പിന്നെ വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് അതേ മിസ്റ്റേക്കുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ടൈമിൽ ഈ ഒരു സംവിധായകൻ ടോട്ടലി അങ്ങ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതാവും എന്നുള്ളൊരു പോയിന്റ് ഒക്കെ എത്തുന്നുണ്ട്. കൂടെയുള്ള സംവിധായകരുടെ എന്താ പറയാ അസൂയ കൊണ്ടും നിർമ്മാതാക്കളുടെ വിരോധം കൊണ്ടും ഒക്കെ എത്തുന്ന ഒരു പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പോഴും പുള്ളിക്കാരൻ വിചാരിച്ച, അതായത് പുള്ളിയുടെ ഒരു തീരുമാനം ഉണ്ടല്ലോ, ഫസ്റ്റ് പടം ഹിസ്റ്റോറിക് ആവണം, അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ള പരിപാടി എത്തിക്കാൻ വേണ്ടി പുള്ളി അതും കഷ്ടപ്പെട്ട് എന്താ പറയാ ഒഴിവാക്കപ്പെടുന്നുണ്ട്. ആ പടം രണ്ടാമത് ചെയ്യാൻ വെച്ച പടം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൊണ്ട് ഇതും ഇല്ലാണ്ടായി പോകുന്നു. നമ്മൾ കാണുന്നത് ഒരു ഹീറോനാണ്, ഒരുപാട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ഹീറോനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ റിപ്പീറ്റേഷൻ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 3 മണിക്കൂറിനടുത്ത് പടമുണ്ട്. പടം ജമ്മത്ത് തീരുന്നില്ല. നമ്മൾ ഇരുന്ന് മടുപ്പിക്കുക പരിപാടിയാണ്. അതും അവസാനം നസ്ലൻ സ്റ്റേജിൽ കയറുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒന്ന് പോയി തരുമോ എന്ന് തോന്നിപ്പിച്ചു. നസ്ലനൊക്കെ ഉണ്ട്. വളരെ മോശം തോന്നി. കാരണം നസ്ലൻ എന്നുള്ളൊരു വ്യക്തിയോടൊക്കെ നമുക്ക് വളരെയധികം സ്നേഹമുണ്ട്. കാരണം അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മളെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച ഒരു നടനാണ്. ഇപ്പം എല്ലാവരും ഇപ്പം വൈറലായി കൊടുക്കുന്ന സൂപ്പർ ശരണ്യയിലെ നസ്ലന്റെ ക്യാരക്ടർ, അത് വിനീത് ശ്രീനിവാസൻ തന്നെ ഇവർ ചേർന്ന്, അതായത് ഡയറക്ടറും നസ്ലനും വിനീതും ബേസിലും ചേർന്ന ഒരു ലൈവില്, ഇൻസ്റ്റാ ലൈവില്
പറഞ്ഞു സൂപ്പർ ശരണയിൽ നസ്ലന്റെ ക്യാരക്ടറിന്റെ ഒരു ബ്യൂട്ടി, ഒരു തമാശയുടെ ഒരു ലെവല് പറഞ്ഞു. അപ്പൊ അതിനുശേഷം അത് വൈറലാണ്. ഈ ഒരു പടമൊക്കെ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ട്, നസ്ലന്റെ ആ ഒരു ഭാഗം കാണാൻ വേണ്ടി മാത്രം. കോമഡിയിൽ ഡയലോഗ് ഡെലിവറി ആയാലും അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജ് എല്ലാം പുള്ളി കാണിക്കുന്നത് വേറെ ലെവൽ സാധനമാണ്. അതിന് നസ്ലൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അൾട്രാ ഫ്ലെക്സിബിൾ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനത്തെ കോമഡി ക്യാരക്ടേഴ്സ് കൂടുതൽ ലീഡ് ചെയ്യുക, അതിൽ ലീഡ് റോളുകളും സംഭവങ്ങളും കൂടുതൽ ചെയ്യുക. അതിൽ ഭയങ്കര കാലിബർ ഉണ്ട് പുള്ളിക്കാരന്. മറ്റു റോളുകൾക്ക് ഇല്ല എന്നല്ല, അതിന് മറ്റു റോളുകളെ അപേക്ഷിച്ച് കോമഡി ചെയ്യുന്നതിന് പുള്ളിക്കാരന് ഒരു അൾട്രാ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നടനെ ഇങ്ങനെ കാണുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഇതിൻ്റെ പ്രധാന പാളിച്ച റൈറ്റിങ്ങിലാണ്. റൈറ്റിങ്ങിൽ നമ്മളങ്ങനെ ഒരു പ്രസംഗം പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കേണ്ട ഒരു സംഭവം അല്ലല്ലോ സിനിമയിൽ നമുക്കതിൽ കൂടെ പോകാൻ പറ്റണം. ഇപ്പം ആശ എന്നുള്ള ഇന്ദ്രൻസ് പടം, അതും സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതിലും സിനിമയെ സ്നേഹിക്കുന്നത് അത് നടനാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ റൈറ്ററും ഡയറക്ടറും ആവുന്നതാണ്. എങ്കിലും അതിലൊക്കെ നമുക്കിങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പടം. ഈ പടത്തിൽ ആ എൻഗേജിങ് ഫാക്ടർ ഇല്ല. ഭയങ്കര എന്താ പറയുക, നമുക്കിപ്പം പടം നേരിട്ട് വിഷ്വൽ കാണേണ്ട ആവശ്യമില്ല, കണ്ണടച്ചതിൻ്റെ ഡയലോഗ് കേട്ടാൽ മതി. കാരണം ഇവർക്കെല്ലാം അഭിനയിക്കാൻ ഒരൊറ്റ എക്സ്പ്രഷൻ ഇല്ലു, ഞാനത് ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ കുറച്ച് വിഷമം കാണിക്കുന്നുണ്ട്, കാരണം ഇങ്ങനെ വീണ് പോകുമ്പോൾ ഉള്ള വിഷമം. പക്ഷെ തിരിച്ചു വരാൻ ഉള്ള ഒരു എനർജി ഉള്ള ഒരു ത്വരയുള്ള ഒരു ഡയറക്ടറാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ പടം ഒരു പടമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രസംഗം എന്ന രീതിയിൽ, ഒരു ബോധവൽക്കരണം എന്നൊക്കെ രീതിയിൽ നന്നായിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം പടം നമ്മൾ എൻഗേജ് ചെയ്യിപ്പിരിക്കാൻ, ഇപ്പം നസ്ലൻ്റെ ഡയലോഗുകൾ പലതും എനിക്ക് ഈ പ്രസംഗം പോലെ തോന്നി. അത് പൂർണ്ണമായി നസ്ലൻ്റെ പ്രശ്നമല്ല, അത് ഈ ഡയലോഗുകൾ ആ രീതിയിലാണ്. ഞാൻ അങ്ങനെയാക്കും, ഞാൻ ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ഉണ്ട് വിനീത് മാധവന്, തീർച്ചയായിട്ടും ഉണ്ട്, ടാലൻ്റ് ഉണ്ട്. പക്ഷെ അതിൻ്റെ പ്രവർത്തികൾ നേരെ തിരിച്ചുവാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ പോലും അതിനൊരു സിനിമാറ്റിക് വ്യൂ കൊടുക്കാൻ സാധിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതും മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് പോലുള്ള കിടിലം പടം ഉണ്ടാക്കിയ ഒരു ഡയറക്ടർ, ഒരു റൈറ്റർ, ഭയങ്കര റിയലിസ്റ്റിക് ആയ പടം. ഇതേപോലെ തന്നെയാണ് റിയലിസം പുള്ളിക്കാരൻ്റെ റൈറ്റിങ്ങിൽ ഓൾവേസ് ഉള്ളതാണ്. പക്ഷെ അതൊരു പടമാണ്, അതൊരു സിനിമയാണ്. ഇതൊരു സിനിമ എന്നുള്ളൊരു സംഭവത്തിലൂടെ എത്തുന്നില്ല എന്നുള്ളതാണ്. നസ്ലിൻ്റെ നന്നായ ഭാഗം എന്ന് പറയുന്നത് ഡാൻസ് പുള്ളിക്കാരൻ അടിപൊളിയാക്കി. ഡാൻസ് കൊള്ളൂല, പുള്ളിക്കാരൻ ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു പൊതുവെ. അത് അയാൾ മാറ്റി അടിപൊളിയാക്കി സൂപ്പറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നസ്ലിൻ വളരെ ഫ്ലെക്സിബിളായി ചെയ്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് ഇങ്ങനെ എന്താ പറയുക, ഡയലോഗ് അടിച്ച് പറയുന്നതിനപ്പുറം കുറച്ച് സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിലൊക്കെ നസ്ലിൻ നന്നായിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ പറയുന്നത് ഒരു കേൾക്കാൻ രസമുണ്ടായിരുന്നില്ല. സംഗീത് പ്രതാപുണ്ട്, മേജർ വില്ലൻ റോളിലുണ്ട്, പുള്ളി അടിപൊളിയാക്കിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് വേണ്ട ഒരു സംഭവം കൊടുത്തത്. ചീറ്റിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടാണ് റോള് വരുന്നത്. ഷറഫുദ്ദീൻ ഉണ്ടായിരുന്നു. ഷറഫുദ്ദീൻ വല്ലാതെ ചെയ്യാനൊന്നുമില്ല, പക്ഷെ എങ്കിലും ഷറഫുദ്ദീൻ ഉള്ള ഭാഗം നന്നായിട്ടുണ്ട്. ജഗദീഷ് ഉണ്ട്, ജഗദീഷ് അടിപൊളിയാക്കിയിട്ടുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ രാജേഷ് മാധവനുണ്ട്, പുള്ളിക്കാരൻ നീറ്റായി ചെയ്തിട്ടുണ്ട്. പിന്നെ റോഷൻ ഷാനവാസ് ഉണ്ട്, നമ്മളെ അമ്പാനുള്ള രംഗാണൻ്റെ പടം, അതിലത്തെ ചങ്ങായി ഉണ്ട്, പുള്ളിക്കാരനും ഒരുവിധം കുഴപ്പമില്ലാതെ ചെയ്തു. അങ്ങനെ പോകുന്നു ഈ ഒരു മൊത്തം. ജെയ്ക്സ് ബിജോയിൻ്റെ മ്യൂസിക് കുറച്ച് എൻഗേജിങ് ആക്കിയിട്ടുണ്ട് പടത്തിന്. എന്നുവെച്ചാൽ വളരെ എന്താ പറയുക, ഡിഫറെൻ്റ് ആയ BGM ഒക്കെയാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ട്യൂണും സംഭവം പിടിച്ചിട്ടല്ല. അല്ലാത്ത പക്ഷെ ഓവറോൾ എനിക്ക് ഈ പടം അത്ര സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. ഒരുപാട് എക്സ്പെക്ട് ചെയ്തു ഡയറക്ടർ എടുക്കുന്നത്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം അതിലും ആ ഒരു പ്രസംഗ സംഭവം ഉണ്ടായിരുന്നു കുറച്ച്. പക്ഷെ എങ്കിലും ഡയറക്ടർ ഒരു പ്രോമിസിങ് ആണ്, നസ്ലനാണ്, സോ നന്നായിരിക്കുന്നു, പ്രതീക്ഷിച്ചിട്ടുണ്ടായിന്. അപ്പം നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് പടം? നീ കാണാൻ പോകാൻ പ്ലാൻ ഉണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു നസ്ലൻ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നിങ്ങൾ എൻഗേജ് ചെയ്യിപ്പിച്ചോ? ബോറടിയിലാണ് കൊണ്ടുപോയോ? എല്ലാം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഹൈപ്പ് ചെയ്യണേ മറക്കല്ലേ. അപ്പോൾ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.